എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷ എഫ് നേരിടാനായി ഇറങ്ങുകയാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്ലേ ഓഫിൽ ഒരു മത്സരം മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് കയറാനായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മത്സരം പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. ലൂണ തിരികെ എത്തുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരാശ്വാസം. ദിമി കളിക്കുമോ? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോടെ തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ പറയുന്ന ഇതേ ലൈനപ്പിലെ ഇറങ്ങൂ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊരു പോസിബിൾ ലൈനപ്പായി മാത്രം കരുതുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കിടക്കാം. ഇരു ടീമുകളുടെയും കണക്കുകൾ എടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. ബ്ലാസ്റ്റേഴ്സാണ് ഒഡീഷയെക്കാളും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നത് ഇരു ടീമുകളും കളിച്ചതിൽ. ഗോളുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും 29 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ലൂണ തിരികെ എത്തുന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ആവേശത്തിൻ്റെ ഒരു കാരണം. എന്നാലും നമുക്ക് പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കാം. പോസിബിൾ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വിലക്കാരനായി നമ്മൾ ഈ മത്സരത്തിൽ കണക്കാക്കുന്നത് ലാറ ശർമ്മയിലാണ്. ലാറ ശർമ്മ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വിലകാക്കും. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ മിലോസ് ഫ്രിൻസിച്ചും സെൻറ്റർ ബാക്കുകളായി കളിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ സന്ദീപ് സിംഗ് തിരികെ എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ലെഫ്റ്റ് ബാക്ക് സന്ദീപ് സിംഗ് കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുകയാണെങ്കിൽ റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാൽ എത്തുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രീതം എത്തിയില്ലെങ്കിൽ പകരം പ്രബീർ ദാസിനെ ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. നവോച്ച സിംഗ് കളിക്കാത്തത് കൊണ്ടാണ്, അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ലെഫ്റ്റ് ബാക്കിലേക്ക് സന്ദീപ് സിംഗിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സന്ദീപ് ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് കൈകാര്യം ചെയ്യുക. റൈറ്റ് ബാക്ക് പ്രീതം കോട്ടാലോ പ്രബീർ ദാസോ കൈകാര്യം ചെയ്യും. ഇനി അടുത്തതായി മിഡിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിപിൻ മോഹനനും ജിക്സൺ സിംഗും മധ്യനിരയിലേക്ക് പഴയതുപോലെ തന്നെ തിരികെ എത്തും. അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ എന്നിവരും മധ്യനിരയിലുണ്ടാകും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരമായ ലൂണ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഇലവനിൽ തന്നെ സ്ഥാനം പിടിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ട് സ്ട്രൈക്കേഴ്സിനെ നോക്കുകയാണെങ്കിൽ മലയാളി സൂപ്പർ താരമായ KP രാഹുലും ഫെഡോർ ചേർണിച്ചുമായിരിക്കും സ്ട്രൈക്കർമാരായി കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് സ്ട്രൈക്കറായി ഫെഡോർ ചേർണിയും അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കറായി രാഹുൽ KPയും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി എല്ലാ ആരാധകരുടെ സംശയമാണ് ദിമിത്രിയോസ് കളിക്കില്ലേ എന്ന്. എന്നാൽ ദിമിത്രിയോസ് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പകരക്കാരനായിരിക്കും പ്ലേ ഓഫ് മത്സരത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും പകരക്കാരനായി അദ്ദേഹം വരാനുള്ള സാധ്യതകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്തു തന്നെയാലും ഇങ്ങനെ ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഇങ്ങനെ തന്നെ ഇറങ്ങുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തു തന്നെയായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്ലേ ഓഫ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഒരു സർപ്രൈസ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷ വയ്ക്കാം.